ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള പലഹാരപ്പൊതിയിലെ മണിച്ചപ്പ് എന്ന പാഠഭാഗമാണ്. എന്താണ് മണിച്ചപ്പ് എന്ന പാഠഭാഗത്തിൽ പറയുന്നത്? നമുക്ക് നോക്കാം. മണിച്ചപ്പ് സ്കൂൾ ദിനപത്രമാണിത് അല്ലേ? പത്രം തുടങ്ങുമ്പോൾ ആദ്യം എന്ത് വേണം? സ്ഥലം വേണം, അതുപോലെ അതിനൊരു ഹെഡിങ്ങും വേണം. ഇവിടെ എന്താണ്? വെറുതെ കളയരുതേ, ഒരൊറ്റ വറ്റും കളയരുത്. ഭക്ഷണം പാഴാക്കുന്നതിനെ കുറിച്ചുള്ള വിഷയമായിട്ടുള്ളൊരു ദിനപത്രമാണിത്. ഇവിടെ ഏതാണ് സ്കൂൾ? ഏതാണ്? GLPS അരിമംഗലം. എന്താണ് ഇവിടെ ഹെഡിങ് കൊടുത്തത്? ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു. സ്ഥലമാണല്ലേ? നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ സ്ഥലപ്പേര് വേണം. സ്ഥലം ഏതാണ്? അരിമംഗലം. നമുക്ക് നല്ല പത്രം ഒന്ന് വായിച്ചാലോ? പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് LP സ്കൂൾ ലീഡർ C. അലീന അഭിപ്രായപ്പെട്ടു. ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന. ഒരു വറ്റ് പോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക. രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളിൽ പ്രതിദിനം 5 കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നതോ തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് PTA പ്രസിഡന്റ് P. സനോജ് പറഞ്ഞു. ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ്മിസ്ട്രസ് G. ഷീല അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ C. റീന സ്വാഗതവും K. V. അരുൺ നന്ദിയും പറഞ്ഞു. അപ്പോൾ കുട്ടികൾ, ഇവിടെ ഒരു പത്രവാർത്തയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അരിമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മണിച്ചപ്പ് എന്ന പത്രത്തിലെ വാർത്തയാണ് നമ്മൾ കേട്ടത്. ഇതിലെന്താണ് പറയുന്നത്? നമ്മൾ പാഴാക്കി കളയുന്ന ഭക്ഷണം അല്ലേ? നമ്മൾ ലോകത്ത് പല വീടുകളിൽ നിന്നായി ഏകദേശം ഒരു വർഷം വലിച്ചെറിയുന്നത് 100 കോടി ടൺ ഭക്ഷണമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ലോകത്ത് പട്ടിണി കിടക്കുന്ന ജനങ്ങളോ 80 കോടിയിലധികമാണ്. ഇവരിൽ ഏകദേശം 78 കോടി ആളുകൾക്ക് ഒരു നേരത്തെ വിശപ്പ് മാറ്റാനുള്ള ആഹാരമാണ് നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ വലിച്ചെറിയുന്നത് അല്ലേ? ലോകത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പകുതിയിലധികവും ആളുകൾ എന്ത് ചെയ്യുന്നു? കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ നമുക്കറിയാം, ഒരു വിവാഹ വീട്ടിൽ ചെന്ന് നോക്കിയാൽ എന്താണ്? ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വേസ്റ്റാക്കി കളയുന്നതും കാണാം. ഇത് നല്ലൊരു പ്രവൃത്തിയാണോ? അല്ല അല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കുറേ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട് അല്ലേ? ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഹൃദയപൂർവ്വം പദ്ധതിയിലെ പൊതിച്ചോറൊക്കെ ആക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഗവൺമെൻറ് നമുക്ക് എന്താണ്, നിങ്ങൾ കുട്ടികൾക്ക് എന്താണ് സൗജന്യമായിട്ടുള്ള ഭക്ഷണം നൽകുന്നുണ്ട്. ചില സ്കൂളുകളിലൊക്കെ പ്രഭാത ഭക്ഷണമുണ്ട്. രാവിലെ നല്ല കഞ്ഞിയും അതിനുള്ള കറികളും അതുപോലെ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ നാട്ടിലുള്ള രാജ്യത്തുള്ള പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഭക്ഷണം പാഴാക്കി കളയുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ പട്ടിണി കൊണ്ട് വലയുന്ന ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? കുട്ടികളായ നമുക്ക് എന്തൊക്കെ ചെയ്യാം? മുതിർന്നവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യങ്ങൾ? നമുക്ക് നോക്കാം. ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ, സംഭവങ്ങൾ, വാർത്തകൾ എന്നിവ എന്തെല്ലാം? എന്തൊക്കെയായിരിക്കാം നിങ്ങൾ ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളും ഇതുപോലെ ഭക്ഷണം വേസ്റ്റാക്കുന്നുണ്ടോ? വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ തന്ന ഭക്ഷണം കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങൾ കഴിച്ച ഭക്ഷണം ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്കൊക്കെ പോയ സമയത്ത് നിങ്ങൾ തന്ന ഭക്ഷണം കൂടിപ്പോയെന്ന് പറഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതുമാത്രമല്ല, നമ്മുടെ ലോകത്ത് നടക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിലൊരുപാട് കുട്ടികളിലെ ഫലസ്തീനിലും ഇസ്രായേലൊക്കെ ആയിട്ട് ഒരുപാട് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ
മരിച്ചു വീഴുന്നു. അതുപോലെ കൂടെ തന്നെ എന്താണ്, പട്ടിണി കൊണ്ട് വിശന്ന് വലയുന്ന കുട്ടികളുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം ക്യൂ നിൽക്കുകയാണ് അവർ അല്ലേ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നു അല്ലേ. അതുപോലെ നമ്മൾ പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക് എന്ത് ചെയ്യും, ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊതിച്ചോറൊക്കെ. അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തിൻ്റെ വകയും അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നല്ലൊരു ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? പിറന്നാൾ ആഘോഷിക്കുക. ക്ലാസ്സിലെ പാവപ്പെട്ട കുട്ടികളുടെ പിറന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിച്ചാലോ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അവർ കുറച്ച് പേർ ചോറും, കുറച്ച് പേർ സാമ്പാറും, കുറച്ച് പേർ അവിയലും, കുറച്ച് പേർ തോരനും, കുറച്ച് പേർ പപ്പടവും, കുറച്ച് പേർ അച്ചാറും പായസവും കൊണ്ടുവരിക. ഉച്ചയ്ക്ക് ടീച്ചറുടെ നേതൃത്വത്തിൽ അടിപൊളി പിറന്നാൾ സദ്യ എല്ലാവർക്കും ഒരുമിച്ചുണ്ണാം. അതുപോലെ നമുക്ക് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നടപ്പിലാക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്ക് വീതം അതിലേക്ക്, ഒരു ക്ലാസ്സിൽ 10 കുട്ടികൾ വീതം അതിലേക്ക് കുട്ടികൾക്ക് അതിൽ കഴിക്കാനുള്ള എന്തെങ്കിലും കറികളോ അച്ചാറോ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാവിലെ കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം വളരെ ഒരു ആശ്വാസമാകും. അടുത്ത് നോക്കിക്കേ, ഹൃദയപൂർവ്വം പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതി. ദിവസവും 40,000 പൊതിച്ചോറാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും പൊതിച്ചോർ വിതരണം ചെയ്യുന്നുണ്ട്. 2017 DYFAയുടെ നേതൃത്വത്തിലാണ് പൊതിച്ചോർ വിതരണം ആരംഭിച്ചത്. വോളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം ഓരോ വീടുകളിൽ നിന്നുമാണ് ഭക്ഷണം സ്വീകരിക്കുന്നത്. വീട്ടുകാർ അവർക്കുള്ള ഭക്ഷണത്തിനൊപ്പം 2-3 പേർക്കുള്ള അധിക ഭക്ഷണം തയ്യാറാക്കി നൽകിയാണ് പൊതിച്ചോർ പദ്ധതിയോട് സഹകരിക്കുന്നത്. ഇതുപോലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മതസംഘടനകൾ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പൊതിച്ചോറ് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വളരെ ആശ്വാസമാണ്. അടുത്തത് പാഠത്തിലുള്ള പ്രവർത്തനമാണ്. ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൻ്റെ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ. പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ. എൻ്റെ വീട് വൃത്തിയുള്ള വീട്, അതുപോലെ ചപ്പും ചവറും വാരിയെറിഞ്ഞ് ചന്തമകന്നൊരു നാടാകരുതേ, കൈ കോർക്ക മാലിന്യമുക്ത കേരളത്തിനായി. ഇതൊക്കെ എന്താണ്, പോസ്റ്ററാണ് അല്ലേ. ഇതുപോലുള്ള പോസ്റ്ററുകൾ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളും തയ്യാറാക്കുക. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ച സന്ദേശം എന്താണ്? നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ, ലോകത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പട്ടിണി കൊണ്ട് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായി കാണാം. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.